നമ്മൾ എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പാഠം? സർവ്വസമവാക്യങ്ങൾ. സർവ്വസമവാക്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് സം ചെയ്യണേന്ന് പഠിച്ചു. ഇനി അതിനെ സബ്സ്ട്രാക്ട് ചെയ്യണത് എങ്ങനെയെന്നാണ് നോക്കാൻ പോകുന്നത്. സം ചെയ്യണേന്റെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ യു പ്ലസ് ബി ഈക്വൽ ടു. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് യു പ്ലസ് എക്സ് യു പ്ലസ് എക്സ് ബി പ്ലസ് വൈ യു പ്ലസ് വൈ യു പ്ലസ് വൈ കറക്റ്റ്. ഇത് വെച്ച് നമ്മൾ ഇക്വേഷൻസ് ചെയ്യാൻ പഠിച്ചില്ലേ? കണക്ക് ചെയ്യാൻ പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 198 പ്ലസ് 390. അപ്പൊ നമുക്ക് നോക്കാം ഈ സംഖ്യയെ എങ്ങനെയാണ് ഇക്വേഷൻ രൂപത്തിലാക്കുന്നത്. 302 നമുക്ക് എങ്ങനെ എഴുതാം? 300 പ്ലസ് 300 പ്ലസ് 200 എങ്ങനെയാ? 200 പ്ലസ് 5. 205 എങ്ങനെ എഴുതാം? 200 അധികം 5. വെരി ഗുഡ്. ഇങ്ങനെ എഴുതാൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? അഡിഷനിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇനി സബ്സ്ട്രാക്ഷനിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് സബ്സ്ട്രാക്ഷനിൽ ഒരു കണക്ക് ചെയ്ത് നോക്കാം. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? പറഞ്ഞേ കൃഷ്ണപ്രിയ, ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? 300 മൈനസ് 2 ഗുണം 298 എങ്ങനെ എഴുതാം? 300 മൈനസ് 2. ഇനി 195 എങ്ങനെ എഴുതാം? 200 മൈനസ് 5. 200 മൈനസ് 5. നമ്മൾ 195 നമുക്ക് കണക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? 300 ഗുണം 195. 300 ഗുണം 195 2 ഗുണം 2 ഗുണം 195. 195. നമുക്ക് 2 ഇത് കിട്ടിയിട്ടുണ്ടല്ലേ? നമുക്കിനി 300 ഗുണം 195 എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 300 ഗുണം 195 നമ്മൾ എങ്ങനെ ചെയ്യും? 300 ഇൻറ്റു 200 മൈനസ് 5. 200 മൈനസ് 5. അടുത്തത് പറഞ്ഞേ. 300 ഗുണം 200 300 ഗുണം 200 മൈനസ് മൈനസ് 300 300 ഗുണം 5. 300 ഗുണം 200 എത്രയാ? 60,000. 60,000 മൈനസ് 1500. 1500. ആൻസർ ചെയ്യുമ്പോൾ എത്ര വരും? 58,500. 58,500. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ? 300 ഇൻറ്റു 195 ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? 2 ഗുണം 195. 2 ഗുണം 195. 2 ഗുണം 195. ഇതിന് നമുക്ക്